നമ്മൾ ചെയ്യാൻ പോകുന്നത് തന്തൂരി ഫിഷ് കബാബ്സ് ആണ് ചെയ്യാൻ പോകുന്നത്. ഇതൊക്കെ നമ്മുടെ വീട്ടിലുണ്ടോ എന്ന് നോക്കണേ. കുറച്ച് ജാതിക്കാപ്പൊടി, പിന്നെ വേണ്ടിയത് കുറച്ച് പട്ട, കുറച്ച് ഗ്രാമ്പു, ഇത് കുറച്ച് ജാതിപത്രിയാണ്, കുറച്ച് ജീരകം, കുറച്ച് മല്ലി, കുറച്ച് കുരുമുളക്, ഇത് വലിയ ഏലക്കായാണ്, പിന്നെ ഇത് നമ്മുടെ സാദാ ഏലക്ക. ഇത്രയും സാധനമാണു നമുക്ക് തന്തൂരി മസാലയ്ക്ക് വേണ്ടിയ ഡ്രൈ സ്പൈസസ്. ഇതെല്ലാം കൂടെ കുറേശ്ശെ ഒരു ഇച്ചിരി മിക്സിയിലോട്ട് നല്ലതായിട്ട് ഉണങ്ങിയ മിക്സി തന്നെ വേണം, വെള്ളം ഒട്ടും പാടില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇച്ചിരി കൂടുതലുണ്ടേ പോലും അതൊന്നും നമുക്ക് സൂക്ഷിക്കണം എന്ന് വെച്ചാൽ നടക്കുകയില്ല. അതുകൊണ്ട് എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ നല്ല ഡ്രൈ ആയിട്ട് മിക്സ് ചെയ്തേച്ച് ഇത് കുറേശ്ശെ എടുത്ത് വെച്ച് നല്ലതായിട്ട് പൗഡർ ആക്കണം. പൗഡർ ആക്കിയേ പറ്റത്തുള്ളൂ. കാര്യം അതുകൊണ്ടാണ് നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്യാൻ പറയുന്നത്. അല്ലെങ്കിൽ റോസ്റ്റ് ചെയ്യാതെ നമ്മളിത് പൊടിക്കുവാണെങ്കിൽ നമ്മൾ ശരിക്കും എന്നാ പറയുക, ചിക്കൻ കറിയിലൊക്കെ ഞാൻ പറയുകയല്ലേ എപ്പോഴും ക്രഷ്ഡ് ആയിട്ടേ പൊടിക്കാൻ പാടുള്ളൂ എന്ന്. ആ ഒരു മസാലയുടെ ഫ്ലേവർ വരും. ഇനിയിപ്പോൾ അഥവാ നമുക്ക് ആ ഒരു അങ്ങനെ പൊടിക്കാൻ പറ്റിയുള്ളൂ എന്ന് വെച്ചാലും മാക്സിമം നമുക്ക് എത്ര അതിനെ പൊടിക്കാൻ പറ്റുമോ അത്രയും പൊടിച്ച് ചേർക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ആ മസാലയുടെ ഒരു ഫ്ലേവർ നമ്മുടെ മീനിലായാലും ചിക്കനിലായാലും കിടന്നു കഴിഞ്ഞാൽ കുറച്ച് നല്ല ടേസ്റ്റാണ് വരുന്നത്. ഇനി ചിക്കൻ കബാബ്സിലാണെങ്കിൽ അങ്ങനെയല്ല, നമ്മൾ ഇതെല്ലാം കൂടെ പുരട്ടി വേവിച്ച് വെച്ച് അത് അരച്ചെടുത്ത് പിന്നെ ഒരു സ്ക്യൂറിനകത്ത് വെച്ച് അതിനെ ചുട്ടെടുക്കുന്നതാണ് മറ്റേ ശരിക്കും കബാബ്സ് എന്ന് പറയുന്നത്. പക്ഷേ ഇത് ഞാൻ ഫിഷിൽ അങ്ങനെ ചെയ്യല. ഇനി നെക്സ്റ്റ് എന്നാന്ന് വെച്ചാൽ മീനാന്നേ, ഇത് സ്ക്വയർ പീസസ് ആയിട്ട് മുറിക്കണം. പിന്നെ വേണ്ടിയത് കുറച്ച് മൈദ. മൈദ ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടി, കുറച്ച് കുരുമുളക്, ഇച്ചിരി നാരങ്ങാ നീര്, കുറച്ച് കസൂരി മേത്തി, ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ്. പിന്നെ വേണ്ടിയത് ഇതാ ഞാൻ പറഞ്ഞ തന്തൂരി മസാല എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടും. പിന്നെ ഇത് ഉണ്ടാക്കേണ്ടത് എപ്പോഴും ഒരു ഇച്ചിരി വെജിറ്റബിൾ ഓയിലാണ് വേണ്ടിയത്. പിന്നെ ഇതിനകത്ത് ഞാൻ ഉപ്പ് വച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് സാധാ ഉപ്പാണ് വെച്ചേക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ തന്തൂരിക്ക് എപ്പോഴും നമ്മൾ കനലിലിട്ട് ചുട്ടെടുക്കുമ്പോഴത്തേക്ക് അതിനൊരു കനലിൻ്റെ ഒക്കെ ഒരു ചൊവ്വ വരും. അപ്പോൾ എന്നാന്ന് വെച്ചാൽ അത് നമുക്ക് പാനിൽ ചെയ്യുമ്പോഴത്തേക്ക് കിട്ടത്തില്ല. അപ്പോൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ ഈന്തുപ്പ് ഒരു നുള്ളേ ഇടാവുള്ളൂ. ആ ഉപ്പ് ഇട്ട് കഴിഞ്ഞ് എല്ലാം പുരട്ടിയതിന് ശേഷം മാത്രമേ ഈ ഉപ്പ് ചേർക്കാവുള്ളൂ. കാര്യം എന്നാന്ന് വെച്ചാൽ അതിന് ഇച്ചിരി ഉപ്പ് കോൺസെൻട്രേഷൻ കൂടുതലാണ്. അപ്പോൾ ഭയങ്കരമായിട്ട് ഇതും കൂടെ ചേർക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഉപ്പായി പോവും. അപ്പോൾ അത് ബാലൻസ് ചെയ്ത് വേണം ചേർക്കാനായിട്ട്. ഇപ്പോൾ ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഈ മീന് ഒന്ന് പുരട്ടി വെക്കണം. പുരട്ടി വെച്ച് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്കത് വറുത്തെടുക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഫസ്റ്റ് എന്നാ ചെയ്യണം, നമുക്ക് അതിൻ്റെ ബാറ്റർ ഉണ്ടാക്കണം. ഇനി അഥവാ സപ്പോസ് ഇപ്പം നമ്മൾ ഈ ഒരു സ്പൈസസ് തൊടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത്രയും മാത്രം വെച്ച് നമുക്ക് ചെയ്യാൻ നോക്കും. ഇത് എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ആ മിക്സിയിൽ ഇട്ട് കാണിച്ചു തരാം. കാര്യം അതനുസരിച്ച് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കി വെച്ചാൽ മതി അതിൻ്റെ മസാല. ഡ്രൈ റോസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എന്നാ പറയുന്നത്, ഒരു ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നേച്ചാൽ മതി. ഒരുപാട് ഇട്ട് മൂപ്പിക്കണ്ട. മൂപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ആ നിറവ്യത്യാസം വരും. പിന്നെ എന്നാന്നറിയോ, ഒരുപാട് മൂത്ത് പോകുമ്പോഴത്തേക്ക് നമ്മുടെ സ്പൈസസിന് ഒരു പ്രത്യേക ഫ്ലേവർ അല്ലെങ്കിൽ ഒരു ടേസ്റ്റ് വരും. അത് എന്തായാലും തന്തൂരിക്ക് ചേരുവല്ല. അതുകൊണ്ട് അങ്ങനെ ചെയ്യണ്ട. പിന്നെ അഥവാ നമ്മൾ ഒത്തിരി പൊടിച്ചു വെക്കുക, അതൊരു ശക്കലം പൊടിച്ച് വെച്ചേച്ചാൽ മതി. അന്നേരം പിന്നെ അധികം താമസിക്കാതെ അടുത്ത എന്നതേലും ഒരു കറിക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇടാൻ നോക്കും. ഫസ്റ്റ് എന്നാന്ന് വെച്ചാൽ ഈ പട്ട എപ്പോഴും കുറച്ചിട്ടേച്ചാൽ മതിയേ. പിന്നെ ഒരു 3-4 ഗ്രാമ്പു, ഒരു എതളിൻ്റെ പകുതി മതിയാവും, അതായത് ജാതിപത്രി. പിന്നെ ഒരു നുള്ള് ജീരകം,
നുള്ളല്ല, ഇപ്പം ഞാൻ പറയട്ടെ, ഇതൊരു ഇച്ചിരി നമ്മൾ പൊടിച്ചെടുത്തേച്ച് കുറച്ച് നമ്മൾ തന്തൂരി മസാലയും കൂടെ ചേർക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് വരും. അപ്പം എന്നാന്ന് വെച്ചാൽ ഒരു മസാലയുടെ ഫ്ലേവറും വരും, ആ തന്തൂരിയുടെ ഒരു എഫക്റ്റും വരും. ഇത് ശരിക്കും ഞാൻ പറയുന്ന ഒരു അത്യാഗ്രഹമാണ്, പക്ഷെ എന്നാലും ഞാൻ പറയുന്ന ഒരു ടേസ്റ്റാണ് ഞാൻ പറയുന്നത്. ഇതല്ല ഏതെങ്കിലും ഒന്നിട്ടാലും കുഴപ്പമൊന്നും ചെയ്യില്ല കേട്ടോ. പിന്നെ കുറച്ച് മല്ലി, ഇത് പച്ച മല്ലിയാണ്. കുറച്ചൊന്ന് റോസ്റ്റ് ചെയ്തേച്ച് പൊടിക്കുവാന്നേൽ കുറച്ചുകൂടി നല്ലതാണ്. ഇതിപ്പോൾ ഞാൻ ഒരു ഇച്ചിരിയേ ഉണ്ടാക്കുന്നുള്ളൂ, അതുകൊണ്ട് എന്നാന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് റോസ്റ്റ് ചെയ്തെടുക്കുന്നില്ല. ഇപ്പം ഈ മീനിന് ഉപയോഗിക്കാനുള്ളതേ ഞാൻ എടുക്കുന്നുള്ളേ. ഇത് ഞാനിപ്പോൾ പൊടിക്കുവാന്നേ തന്നെ ഒരുപാട് നല്ല പൗഡർ പോലെ പൊടിയുവേല. അതുകൊണ്ട് തന്നെ ഞാനിപ്പം ഈ മസാലയിൽ ചേർക്കുവാണെങ്കിൽ തന്നെ ഇന്ന് ഉപയോഗിച്ച് തീർക്കാനുള്ളതല്ലേ. പിന്നെ ഒരുപാട് പൊടിയാതെ നമുക്ക് ക്രഷായിട്ട് കിട്ടുവാണെങ്കിൽ ആ മസാലയുടെ ഫ്ലേവർ നമ്മൾ മീനായാലും ചിക്കനായാലും എന്നാ ചെയ്താലും അതിൻ്റെ ഫ്ലേവർ ഭയങ്കരമായിട്ട് വരും. അത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു മണമാണ് അത്. പക്ഷേ വെച്ചേക്കാൻ ഒത്തിരി ദിവസം വെച്ചേക്കാനൊക്കെ ഒക്കെയല്ല. ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഒരു ഏലക്ക, അതായത് കറുത്ത ഏലക്ക ഒരു ചെറുതിട്ടേച്ചാൽ മതി. മറ്റേ ഏലക്ക വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഈ ഏലക്കായ്ക്ക് ഭയങ്കര ഏലക്കായുടെ ഒരു ഇതുണ്ട്, അതുകൊണ്ട് ഒരെണ്ണം മതിയാവും. പിന്നെ നമ്മുടെ സാധാ ഏലക്ക ഒരു 1, 2, 3, 4. ഇത് ശരിക്കും ക്രഷായിട്ടേ കിട്ടത്തുള്ളൂ. ക്രഷായിട്ടേ കിട്ടത്തുള്ളൂ, പക്ഷെ കുറച്ച് നേരം കൂടെ ഒക്കെ അരക്കി വന്നേൽ അത് കിട്ടും കേട്ടോ. ആദ്യം എന്നാ ചെയ്യണം, ഇപ്പം തന്നെ മിക്സി തുറക്കുമ്പോൾ നല്ല മണം വരുന്നുണ്ട്. ശരിക്കും ആ ഒരു മസാല പൊടിച്ച് കഴിഞ്ഞാൽ നമ്മൾ അധികം അതിൻ്റെ ഫ്ലേവർ കളയരുത്. ഇറച്ചിക്കാണെന്നെങ്കിലും മീനിനാന്നേലും എന്നത്തിനാന്നേലും ചില സമയത്തൊക്കെ നമ്മളിവിടെ മീനിന് പോലും മസാല ചേർത്ത് നമ്മൾ കറി വെച്ചിട്ടുണ്ട്. എപ്പോഴായാലും മസാല ഒരു ചിക്കൻ ആണെങ്കിലും ഒരു ഹാഫ് വെന്ത് കഴിഞ്ഞതിന് ശേഷം വേണം മസാല ഇടാൻ. എന്നാലേ ആ മസാല കംപ്ലീറ്റ് ചിക്കനെ പിടിക്കും, ആ ഫ്ലേവർ കംപ്ലീറ്റ് അതിനകത്ത് നിൽക്കും. നമ്മൾ ആ ഇറച്ചിക്കറി അങ്ങോട്ട് തുറക്കുമ്പോഴത്തേനും നല്ലൊരു മണവും വരുവേ. ഇനി എന്നാ ചെയ്യേണ്ടത്, ഫസ്റ്റ് നമുക്ക് ആ ബാറ്റർ ഒന്ന് കലക്കാം. ശരിക്കും നമുക്ക് മൈദ ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. പിന്നെ എന്നാന്ന് വെച്ചാൽ ഒരു ബൈൻഡിങ് കിട്ടാൻ വേണ്ടി മാത്രമേ ചേർക്കാവുള്ളേ. അപ്പം എന്നാന്ന് വെച്ചാൽ കുറച്ച് ഒരു 1/2 ടേബിൾ സ്പൂൺ ചേർത്തു. പക്ഷെ മുളക് പൊടി കുറച്ച് കൂടുതൽ വേണം. ഒരു 2 ടീസ്പൂൺ. അതേപോലെ കുരുമുളക് ഒരു 1/2 ടീസ്പൂൺ. തന്തൂരി മസാല ഞാനിവിടെ കുറച്ച് പൗഡർ ഇടുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ പൊടിച്ചു വെച്ച മസാലയും കൂടെ കുറച്ചിടും. പൊടിച്ചു വെച്ച മസാല ഞാൻ ഇപ്പോൾ ഇച്ചിരി ഇടത്തുള്ളൂ. കാര്യം എന്നാന്ന് വെച്ചാൽ തന്തൂരി മസാല ഞാൻ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് എല്ലാം കൂടെ ആകുമ്പോഴത്തേനും ഉണ്ടല്ലോ ശരിയല്ല. കുറച്ച് കസൂരി മേത്തി. പുളിക്ക് ഒരു ഇച്ചിരി നാരങ്ങാ നീരും ചേർക്കണം. അതിൻ്റെ കൂടെ കുറച്ച് തൈരും ചേർക്കണം. ഇതിനകത്തോട്ട് ഒരു കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും, അതായത് ഒരു 2 ടീസ്പൂണോളവും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇടാം. നിറച്ചെടുക്കണ്ട. ഇപ്പം നിറച്ചെടുക്കുവാണെങ്കിൽ ഒരൊറ്റ സ്പൂൺ എടുത്താൽ മതി. ഇനി ഇതിനകത്ത് ഒരു ഇച്ചിരി പുളിയും കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് തൈര് കൂടെ ചേർക്കണേ. മസ്റ്റല്ല, വേണമെങ്കിൽ ചേർത്താൽ മതി. നാരങ്ങാനീര് ചേർക്കുന്നുണ്ട്, എന്നാൽ ഒരു ഇച്ചിരി തൈര് തന്തൂരിക്ക് വേണം, എന്നാൽ ആ ടേസ്റ്റ് ഉള്ളൂ. ഇത് ഞാൻ ഇൻഗ്രീഡിയൻസിൽ പറഞ്ഞിട്ടില്ലായിരുന്നു, പക്ഷേ അത് ഇച്ചിരി ഇട്ടാൽ നല്ലതാണ് കേട്ടോ. അന്നേച്ച് ഒരു ഇച്ചിരി വെള്ളം അങ്ങോട്ട് ഒഴിക്കണം. കുറച്ച് മതി, ഒരുപാട് ഒഴിക്കരുത്. ഈ സ്പൂണൊക്കെ ഇട്ട് ഇളക്കുക എന്ന് പറയുന്ന ഒരു വല്ലാത്ത ഏർപ്പാടാട്ടോ. നമ്മുടെ കൈ തന്നെ ഏറ്റവും നല്ലത്. എനിക്ക് അല്ലെങ്കിലും കൈ ഇട്ടൊക്കെ നല്ലതായിട്ട് ചെയ്താൽ മാത്രമേ എനിക്ക് മനസ്സുകൊണ്ട് ഒരു തൃപ്തിയുള്ളൂ. ഇതൊക്കെയാണ് നമ്മുടെ സായിപ്പുമാർക്കൊക്കെ പറഞ്ഞിട്ടുള്ളതാ. അവർ ചിലപ്പോൾ നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ അവർക്ക് അങ്ങോട്ട് തീരെ പിടിക്കുകയില്ല. പക്ഷെ എന്നാ ചെയ്യാനാണ്, എൻ്റെ അമ്മച്ചിയൊക്കെ ചെയ്യുന്നത് ഇങ്ങനെയാട്ടോ. ഇതിന് തന്നെയാണ് ഒരു എന്നാ പറയുക, ആ സ്നേഹവും കൈക്ക് രുചിയും കൈപുണ്യം എന്നൊക്കെ പറയുന്നത്. എനിക്കുണ്ടെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ എന്നാലും ഇതിനകത്തേ നമുക്ക് ആ ഒരു ആത്മാർത്ഥത വരത്തുള്ളൂ. നമ്മുടെ ഈ സമയത്ത് ഈന്തുപ്പ് ഉണ്ടെങ്കിൽ കുറച്ച് ഒരു നുള്ള് ഈന്തുപ്പും കൂടെ ഇട്ടോണം. ഞാൻ ഇതിനകത്ത് ഇപ്പോൾ ഉപ്പ് ഇട്ടില്ല,
കുറച്ചൊന്ന് പെരട്ടിയിടാവേ. ഈന്തുപ്പ്, പിന്നെ ബീട്രൂട്ടിൻ്റെ കളറ് എല്ലാം. ബീട്രൂട്ടിൻ്റെ കളറ് ചേർക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ബീട്രൂട്ട് നല്ലതായിട്ടൊന്ന് വേവിച്ചെടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു കളറ് വരും. ഇപ്പം ഞാൻ വെള്ളം ഒഴിച്ചില്ലേ, അതിന് പകരം ബീട്രൂട്ടിൻ്റെ കളർ ഒഴിച്ചാൽ മതി. ബീട്രൂട്ടിൻ്റെ ആ ചാറ്, അതായത് ബീട്രൂട്ട് വേവിക്കുമ്പം ഒത്തിരി വെള്ളം ഒഴിച്ച് വേവിക്കരുത്. നമുക്ക് ഇതിനാവശ്യമുള്ളൊരു വെള്ളം ഒഴിച്ച് വെച്ചാൽ മതി. അപ്പം ബീട്രൂട്ട് വേവിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ, കഷ്ണമായിട്ട് ഇട്ടേക്കല്ല, അതിനൊന്ന് ഗ്രേറ്റ് ചെയ്തിടണം. ഗ്രേറ്റ് ചെയ്തിടുമ്പോഴത്തേക്ക് നമുക്ക് നല്ലതായിട്ട് സ്ക്വീസ് ചെയ്തെടുക്കാൻ ഒക്കും. അതല്ല, നമ്മൾ ഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്കത് സ്ക്വീസ് ചെയ്തെടുക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ അപ്പം തന്നെ സ്ക്വീസ് ചെയ്ത് ഇതിനകത്തോട്ട് ചേർത്തേച്ചാൽ മതി. ഇനി വേവിച്ച് അത്രയും ഗ്യാസും കൂടെ കളയണ്ട. ഗ്യാസിനൊക്കെ ഇപ്പോൾ ഭയങ്കര വിലയാണ്. ഇതിനകത്തോട്ട് ഞാനൊരു ഇച്ചിരി ഉപ്പ് ഇടുവാണേ. ഇതിനകത്ത് ഞാനൊരു ഇച്ചിരി ഉപ്പേ ഇടത്തുള്ളൂ. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ കൂടെ എൻ്റെ ഈന്തുപ്പ് എൻ്റെ ഈ ഷെൽഫിലില്ല, അലമാരിയിൽ ഇരിക്കുക. അതുകൊണ്ട് ഞാൻ അതും കൂടെ ഒരു ഇച്ചിരി ഇടുവേ. ഇച്ചിരി എന്ന് പറയുമ്പം ഞാൻ ശരിക്കും പറയുക, ഒരു 1/4 സ്പൂൺ പോലും ഇടരുത്, അതിൻ്റെയും പകുതി ഇടാവുള്ളൂ. അപ്പം തന്നെ നമ്മൾ ഈ ഫിഷിനകത്ത് ഇട്ട് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു മണം വരും. പിന്നെ ഇത്രയും മസാല പോയിട്ട് അതിനൊരു മണം വന്നില്ല എന്ന് തോന്നുവാണെങ്കിൽ നമ്മുടെ വീട്ടിൽ അയ്മോദകം ഉണ്ടെങ്കിൽ അതും കുറച്ചിട്ട് കഴിഞ്ഞാൽ ഇതിനകത്ത് നല്ലൊരു മണം വരും. ഇതൊക്കെ ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ഇട്ടേച്ചാൽ മതി. എനിക്കാണെങ്കിൽ ഒട്ടും പിടിക്കില്ല. ഇറച്ചിയായിരുന്നെങ്കിൽ നമ്മൾ എപ്പോഴും ഒന്ന് വേവിച്ചെടുത്തേച്ച് നമ്മൾ അങ്ങ് ഫ്രൈ ചെയ്തേനെ. പക്ഷേ ഇതുണ്ടല്ലോ, വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു മീനിന് അങ്ങനെ നോക്കിയല്ല. എന്നെ എക്സ്പ്ലനേഷൻ പറയാനാ അല്ലേ. ഇനി എന്നാന്ന് വെച്ചാൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതേപോലത്തെ ഗ്രിൽ പാനാണ് വേണ്ടിയത്. സാധാ ചീനച്ചട്ടിയിലൊക്കെ വറക്കുവാന്നേൽ ഈ പറഞ്ഞ പോലെ എന്നതാ, ഇതിനകത്ത് കംപ്ലീറ്റ്ലി തന്തൂരി ഫ്ലേവറാണ്. പിന്നെ അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമൊന്നും വരുമല്ലോ. ഒരുപാട് എണ്ണ ഒഴിച്ചാൽ നമ്മൾ മീൻ വറുത്ത പോലെ ഇരിക്കുവേ. ഏത് ചട്ടി വെക്കുവാന്നേലും ഒരു ഷാലോ ഫ്രൈയേ ചെയ്യാവുള്ളൂ. പിന്നെ ഇതിനുള്ള ഗുണം എന്നാന്ന് വെച്ചാൽ ആ വരയൊന്ന് വീഴും, അത്രയോ. ശരിക്കും എണ്ണ എല്ലായിടത്തും ഒന്ന് ചുറ്റിച്ചേച്ച് വെച്ചാൽ മതി, ഒത്തിരി എണ്ണയൊന്നും ഒഴിക്കണ്ട. പിന്നെ ആ നേല് നല്ലൊരു സൈഡ് നോക്കിയേച്ച് അതിനെ എപ്പോഴും ആ വര വീഴുന്നത് പോലെ പ്ലേസ് ചെയ്താൽ മതി. മീൻ ലോ ഫ്ലെയിമിൽ മതിയേ, എന്നാലേ മീനൊന്ന് വേവത്തുള്ളൂ. തീ കൂട്ടാൻ പറ്റത്തില്ല, ചെറിയ ഫ്ലെയിമേലിരുന്ന് അത് പതുക്കെ മൊരിഞ്ഞ് വരണം. പറ്റുവാണെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം, ഒരു എന്നാ പറയുക, ഒരു അടപ്പിട്ടേച്ചോ ഒന്ന് അടച്ചു വെക്കുവാന്നേൽ ആ ആവിയിൽ ആ മീനും ഒന്നൊന്ന് വെന്ത് കിട്ടാൻ എളുപ്പമാട്ടോ. അതുകൊണ്ട് ഒരു ഇച്ചിരി നേരം എടുത്തേ നമുക്ക് എപ്പോഴും തന്തൂരി ഫിഷ് ആന്നേൽ ചെയ്യാനൊക്കത്തുള്ളൂ. ഇറച്ചിയൊക്കെ ആന്നേൽ പിന്നെ നമുക്ക് എളുപ്പവഴിയൊക്കെ കാണിക്കാൻ ഒക്കും. പക്ഷെ മീനിനകത്ത് ഒരു കോംപ്രമൈസും ഇല്ല. പിന്നെ എന്നാന്നറിയാവോ, നമ്മൾ വെളിയിലുള്ള ആൾക്കാരൊക്കെ കഴിക്കുന്നതുകൊണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പച്ച ഇങ്ങ് വരുന്ന പോലത്തെ ഒക്കെ ആണെങ്കിൽ കഴിക്കാം. പക്ഷെ നമ്മളെ കൊണ്ട് ഒട്ടും ഒക്കുകയില്ല, ഈ എന്നെ കൊണ്ട് ഒട്ടും ഒക്കുകയില്ല. അതുകൊണ്ട് നമുക്ക് വെന്ത മീൻ തിന്നുന്നതല്ലേ ഏറ്റവും നല്ലത്. അതും നല്ല ക്രിസ്പി ആയിട്ട് വെന്ത് നല്ല എന്നാ പറയുക, ഒരു ഗ്രിൽ പരുവത്തിലൊക്കെ ആയിട്ട് വരുമ്പോഴത്തേക്ക് തന്നെ ആ മീനിന് ഒന്നാ ഒരു ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ ഒണിയൻ റിങ്സ് ഒക്കെ അരിഞ്ഞു വെച്ച് നല്ലതായിട്ട് പ്രസൻറ്റ് ചെയ്ത് ലെമൺ വെഡ്ജസ് ഒക്കെ വെച്ച് ഏതാന്ന് വെച്ചാൽ സാലഡ്സ് എപ്പോഴും നല്ലത് ഏതാണെന്നറിയാവോ, ഉള്ളി നല്ലതായിട്ട് അരിഞ്ഞിട്ട് നല്ലതായിട്ട് ഇങ്ങനെ കഴുകണം. അതിൻ്റെ ആ ഒരു കാറിലില്ലേ ആ ഉള്ളിയുടെ അത് അങ്ങോട്ട് കളഞ്ഞതിന് ശേഷം കംപ്ലീറ്റ് ആയിട്ട് പിഴിഞ്ഞു മാറ്റി ഇച്ചിരി ഉപ്പും വിനാഗിരിയും ഒക്കെ ചേർത്ത് വെക്കുന്ന സാലഡാണ് ഏറ്റവും നല്ലത് ഇതിന് കോമ്പിനേഷൻ. പിന്നെ അതല്ല, ചിലർക്ക് ഉള്ളി വട്ടത്തിലരത് ഒണിയൻ റിങ്സ് ആയിട്ട് അരിഞ്ഞു വെച്ചേച്ച് ലെമൺ വെഡ്ജസുമായിട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം. ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പിന്നെ ഇതൊന്നും ഇല്ലെങ്കിൽ ഈ ടാറ്റ സോസ് ഇഷ്ടമാണ് ചിലർക്ക്, ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കെച്ചപ്പ് ഇഷ്ടമാണ്. ഏത് വേണമെങ്കിലും കഴിക്കാം. പക്ഷെ ഒരൊറ്റ കണ്ടീഷനേ ഉള്ളൂ, ഫ്ലെയിം കൂട്ടി വെച്ച് പകുതി വെന്ത മീൻ എടുക്കാൻ ശ്രമിക്കരുത്. സ്ലോ ഫ്ലെയിമിൽ പതുക്കെ ഇരുന്ന് അത് ചുട്ട എഫക്റ്റ് തന്നെ ഇതിന് വരണം. ഇപ്പം ശരിക്കും പറഞ്ഞാൽ എത്ര നേരം ഒന്ന് നിന്നേച്ചാന്നറിയോ, ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ മീനൊന്ന് മറിച്ചിടുന്നേ. അപ്പം ഇപ്പം മനസ്സിലായില്ലേ എത്ര സ്ലോ ഫ്ലെയിമേൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ അത്രയും സ്ലോ ഫ്ലെയിമേ തന്നെ നമ്മൾ ഇതിൽ ഗ്രിൽ പാനിൽ ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ ഒരു ഗ്രിൽ പാൻ കിട്ടിയില്ല എന്ന് വിചാരിച്ചോളൂ, ഒരു സാധാ പാൻ ആന്ന് വെച്ചാൽ
എൻ്റെ മനസ്സിൽ തോന്നിയത് പൊട്ടത്തരാണോ എന്ന് എനിക്കുള്ളത് അറിയത്തില്ല. പക്ഷെ എന്നാലും എൻ്റെ വീട്ടമ്മമാരെല്ലാവരും ഉണ്ടാക്കണമല്ലോ. അതുകൊണ്ട് ഞാനൊരു അഭിപ്രായം ഇപ്പോൾ തോന്നിയത് പറഞ്ഞുതരാം. ഇപ്പം സാധാ ഒരു പാൻ ആണെങ്കിൽ പോലും ഒരു കാര്യം ചെയ്തോ, പച്ച ഈർക്കിലില്ലേ, അതിൽ ഇച്ചിരി ഒരു കട്ടിയുള്ള ഈർക്കിലി എടുത്തേച്ച് ആ പാനിൻ്റെ വലുപ്പത്തിന് എത്രയാ നീളവും വീതിയും ഒക്കെ നോക്കി വെച്ചാൽ അതനുസരിച്ച് ഒരു ഭാഗത്ത് മാത്രമായിട്ട് ഈ ഈർക്കിലി ഒന്ന് നിരത്തി വെക്കുക. നിരത്തി വെച്ചേച്ച് നമ്മൾ ഷാലോ ഫ്രൈ അല്ലേ ചെയ്യുന്നത്, ആ ഈർക്കിലി പക്ഷെ ടൈറ്റ് ആയിരിക്കണം വെക്കുന്നത്. വെച്ചേച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിൻ്റെ മേളിൽ ഈ പറഞ്ഞ കൂട്ട് മീനെടുത്ത് വെക്കുവാന്നേൽ ചിലപ്പം ഈ പറഞ്ഞ കൂട്ടി വര കിട്ടാൻ ചാൻസ് ഉണ്ട്. അത് ചിലപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, ചിലപ്പോൾ കിട്ടും. നമ്മുടെ ഇന്നത്തെ തന്തൂരി ഫിഷ് ശരിക്കും പറഞ്ഞാൽ വേഗം കഴിഞ്ഞ മാതിരി ഉണ്ട് അല്ലേ. ശരിക്കും ഇത് ഒരുപാട് പണിയൊന്നുമില്ല. ഇങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ നമ്മൾ കണ്ടുപിടിക്കുകയാണ് എങ്കിൽ നമുക്ക് ഒരുപാട് എന്താ പറയുക, ജോലിയൊക്കെ ഭയങ്കരമായിട്ട് എളുപ്പമാക്കാൻ പറ്റുമേ.